Stenopic slit. The stenopic slit is a black disc with a thin slit through it used for detection of astigmatism. സ്റ്റെനോപിക് സ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്ക് ഡിസ്ക് ആണ്. അതിൻ്റെ സെൻട്രലായിട്ടൊരു സ്ലിറ്റ് പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് അസ്റ്റിഗ്മാറ്റിസം കണ്ടുപിടിക്കാനായിട്ടാണ്. ദർ ഈസ് എ റെക്ടാങ്കുലർ അപ്പർച്ചർ വിത്ത് 0.5 to 1 mm width and 15 mm in length. സിനോപ്റ്റിക് സ്ലിറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള റെക്ടാങ്കുലർ അപ്പർച്ചറിന് 0.5 to 1 mm widthും 15 mm ലെങ്ത്തും ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ പ്ലാസ്റ്റിക് ബോഡി വിച്ച് കൺസിസ്റ്റ് ഓഫ് സ്ലിറ്റ് ഇൻ വൺ പോർഷൻ ആൻഡ് അനദർ പോർഷൻ ഈസ് ഒപ്പേക്ക്. സ്റ്റെനോപിക് സ്ലിറ്റിൽ ഒരു സ്ലിറ്റ് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. ആൻഡ് അതിൻ്റെ ബാക്കി പോർഷൻസ് എന്ന് പറയുന്നത് ഒപ്പേക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ഒപ്പേക്ക് പാർട്ട് ഈസ് ഏബിൾ ടു ലിമിറ്റ് ദ അഡ്മിഷൻ ഓഫ് ലൈറ്റ് ടു ദി ഐസ്. ആ ഒരു ഒപ്പേക്ക് പാർട്സുകൾ ഒരിക്കലും ലൈറ്റ് റേസ് കടത്തിവിടുന്നില്ല. സോ പേഷ്യൻ്റെ കണ്ണിലേക്ക് ആ ഒരു സ്ലിറ്റിലൂടെ മാത്രമായിരിക്കും ലൈറ്റ് റേസ് എത്തുന്നുണ്ടായിരിക്കും. പ്രൊസീജിയർ. To start the refraction with slit, obtain the best visual acuity using sphere only, best vision sphere. സ്റ്റെനോപിക് സ്ലിറ്റ് യൂസ് ചെയ്ത് റിഫ്രാക്ഷൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബെസ്റ്റ് വിഷൻ സ്പിയർ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് സ്പിയർ ലെൻസ് യൂസ് ചെയ്തിട്ട് പേഷ്യൻറ്റിന് കിട്ടാവുന്ന ഏറ്റവും മാക്സിമം വിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻറ്റിന് കറക്ഷൻ കൊടുക്കണം. ഇതൊരു മോണോക്കുലർ ടെസ്റ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കണ്ണ് ഒക്ലൂഡ് ചെയ്യുക. ഫോക്ക് ദ ഐ ബൈ പുട്ടിംഗ് ഇൻ എ പ്ലസ് സ്പിയർ ലെൻസസ്. സ്പിയർ കറക്ഷൻ കൊടുത്തതിന് ശേഷം പ്ലസ് സ്പിയർ ലെൻസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ കണ്ണിന് ഫോഗ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്പിയർ കറക്ഷൻ കൊടുത്തിട്ട് പേഷ്യൻറ്റിൻ്റെ വിഷൻ 6/9 നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ 6/12 നമ്മൾ പേഷ്യൻറ്റിന് ഫോഗ് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ ദ സ്ലിറ്റ് ഈസ് റൊട്ടേറ്റഡ് സ്ലോലി ടിൽ ദ പേഷ്യൻറ്റ് അപ്രീഷിയേറ്റ്സ് ബെസ്റ്റ് വിഷൻ ഇൻ എ സ്പെസിഫിക് മെറീഡിയൻ. ഫോഗ് ചെയ്തതിന് ശേഷം സ്റ്റെനോപിക് സ്ലിറ്റ് പ്ലേസ് ചെയ്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പേഷ്യൻറ്റ് ഒരു സ്പെസിഫിക് മെറീഡിയനിൽ ക്ലിയർ പറയുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ലിറ്റിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അറ്റ് ദിസ് പൊസിഷൻ ദി ഐ ബീയിങ് ഡിഫോഗഡ് അറ്റ് plus 0.50 diopter step interval until the patient reaches the best acuity. പേഷ്യൻ്റ് ക്ലിയർ പറഞ്ഞിട്ടുള്ള ഒരു മെറീഡിയനിൽ ബെസ്റ്റ് വിഷൻ കിട്ടാനായിട്ട് നമ്മൾ ഫോഗ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലസ് സ്പിയർ ലെൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. പേഷ്യൻറ്റിന് ഒരു ബെസ്റ്റ് വിഷൻ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു പവറിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. ദ പവർ ഷുഡ് ബി നോട്ടഡ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ആക്സിസ്. ഡിഫോഗ് ചെയ്ത് വരുമ്പോൾ ആ ഒരു മെറീഡിയനിൽ പേഷ്യൻറ്റിന് എത്ര പവറിലാണോ ക്ലിയർ വിഷൻ കിട്ടുന്നത് ആ ഒരു പവറിനെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ദ സ്ലിറ്റ് position should be rotated 90 degree apart from its previous position and the procedure is repeated. പേഷ്യൻ്റ് ആദ്യം ക്ലിയർ പറഞ്ഞിട്ടുള്ള ഒരു ആക്സിസിൽ നിന്നും 90 ഡിഗ്രി അപ്പാർട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെനോപിക് സ്ലിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ പേഷ്യൻ്റ് 90 ഡിഗ്രിയാണ് ആദ്യം ക്ലിയർ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ നമ്മൾ 118 ഡിഗ്രിയിലോട്ട് എന്ത് ചെയ്യണം, സ്റ്റെനോപിക് സ്ലിറ്റിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുക. അതായത് പേഷ്യൻറ്റിന് ബെസ്റ്റ് വിഷൻ കിട്ടുന്നത് വരെ നമ്മൾ ഫോഗ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള പ്ലസ് ലെൻസസിനെ നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്ത് ഡിഫോഗ് ചെയ്ത് വരിക. പേഷ്യൻറ്റിന് എപ്പോഴാണോ ബെസ്റ്റ് വിഷൻ കിട്ടുന്നത് ആ ഒരു പവറിന് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നോട്ട് ചെയ്യുക. ഫൈനലി വി വിൽ സബ്സ്ട്രാക്ട് ദ പവർ ദാറ്റ് വി ഗെയിൻ ഫ്രം ദി 2 മെറീഡിയൻ വി ഗെറ്റ് ദ സിലിണ്ടറിക്കൽ പവർ. ഡിഫോഗ് ചെയ്ത് നമുക്ക് 2 മെറീഡിയൻസിലായിട്ട് കിട്ടിയിട്ടുള്ള 2 പവറുകളെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സിലിണ്ടറിക്കൽ പവർ നമുക്ക് അവിടെ കിട്ടും. ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ മെറീഡിയൻ ദാറ്റ് വി ഗോട്ട് ഈസ് ദ ആക്സിസ് ഓഫ് ദി സിലിണ്ടറിക്കൽ പവർ. പേഷ്യൻ്റ് ആദ്യം സ്റ്റെനോപിക് സ്ലിറ്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ക്ലിയർ പറഞ്ഞ ആ ഒരു മെറീഡിയനാണ് നമ്മളിവിടെ ആക്സിസ് ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കുക.